നല്ല ഈശോയെ, ഇന്നേ ദിനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും ഈ ദിവസം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധമായൊരു ദിനം പരിശുദ്ധമായി ആചരിക്കുവാൻ തന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ നീ തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കുടുംബത്തിലുള്ളവരെയും സമൂഹത്തിലുള്ളവരെയും തിന്മ നിരൂപിക്കാതെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് കഴിയുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും എൻ്റെ ജീവിതം ധന്യമാക്കുവാനായിട്ട് നീ ഇന്ന് എന്നെ വിളിച്ചുവല്ലോ. അങ്ങയോട് ചേർന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലെ നന്മ കാണുവാനായി കഴിയൂ എന്ന് നീ ഇന്ന് എന്നെ പഠിപ്പിച്ചു. അങ്ങ് ഇന്ന് ബർണബാസിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ ധന്യമാക്കുക. ബർണബാസ് സാവൂളിനെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് സൗൾ എന്ന ചെറുപ്പക്കാരൻ പൗലോസ് എന്ന് അറിയപ്പെടുന്ന രീതിയിലേക്ക് വളരുകയും ദൈവകൃപയുടെ നിറവായി സഭയ്ക്കൊരു മുതലക്കൂട്ടും സഭയുടെ വളർച്ചയ്ക്കും കാരണമാക്കി തീർത്തത്. ഇതാ കർത്താവേ, ഇന്നേ ദിനം എന്നെ വളർത്തിയവരെയും പ്രോത്സാഹിപ്പിച്ചവരെയും വഴി നടത്തിയവരെ നിന്നെ അറിയുവാനും നിന്നുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനും എന്നെ സഹായിച്ച എല്ലാവരെയും നിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുന്ന ഞാൻ അതേ നാണയത്തിൽ അത് തിരിച്ച് കൊടുക്കുവാൻ തക്കവിധം കർത്താവെ നീ എന്നെ സഹായിക്കണമേ. നീ തന്ന കരുതലും സ്നേഹവും എനിക്ക് മറ്റുള്ളവരിലൂടെ ലഭിച്ചതുപോലെ കർത്താവെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ തക്കവിധം നീ എന്നെ സഹായിക്കണമേ. ഈ ദിവസം തേങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തെ അപകടങ്ങളെ കാത്തുകൊള്ളണമേ. നാളെ ഓരോ ദിവസത്തിലെയും പ്രഭാതത്തിൽ അങ്ങ് നൽകുന്ന സന്തോഷങ്ങളെ സ്വീകരിക്കുവാൻ കൃപ നൽകണമേ. ഈ രാത്രിയിൽ സുഖമായി നിദ്ര നൽകണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങെ മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.